പ്രിയമുള്ളവരെ, ഈശോയുടെ ഉയിർപ്പ് തിരുനാളിന് ഒരുങ്ങുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങൾക്ക് പല പേരുകൾ, പല ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് 40-ാം വെള്ളി. 40-ാം വെള്ളി എന്ന വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ 40 വെള്ളികൾ ആയി എന്നതുകൊണ്ടല്ല, മറിച്ച് ഇത് നോമ്പ് തുടങ്ങിയിട്ട് 40-ാം ദിവസമായി എന്നുള്ള ലളിതമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നോമ്പ് ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഒരു അനുസ്മരണവും ആചരണവുമാണ്. അപ്പോൾ 40 ദിവസം പൂർത്തിയാകുന്ന ആ വെള്ളിയാഴ്ച കൊണ്ട് നോമ്പിൻ്റെ ഔദ്യോഗിക പരിസമാപ്തിയായി. അതായത് ഈ ദിവസങ്ങളിൽ, ഈ 40 ദിവസങ്ങളിൽ ഞായറാഴ്ച ഉൾപ്പെടെ 40 ദിവസങ്ങളുടെ ആചരണമാണ്. ഞായറാഴ്ച ഉപവാസമില്ല, പക്ഷേ നോമ്പുണ്ട്. അങ്ങനെയാണ് നോമ്പ് കാലത്തിൻ്റെ ഒരു ഔദ്യോഗിക സമാപ്തി എന്ന രീതിയിലാണ് ഈ 40-ാം വെള്ളി ആചരിക്കുന്നത്. സുറിയാനി സഭകൾ, പൗരസ്ത്യ സുറിയാനി സഭയിലെ ഈ 40-ാം വെള്ളിയാഴ്ചത്തെ സുവിശേഷ വായന ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. അതിന് കാരണം ഈ പീഡാനുഭവ ആഴ്ചകൾ, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഈശോയുടെ ഉയർപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതായതുകൊണ്ടാണ്. ലാസറിനെ ഉയർപ്പിച്ച ആ സംഭവത്തിന് ശേഷം ആണല്ലോ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചെല്ലാം വിവരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ഉയർപ്പിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഈശോ പുനരുത്ഥാനവും ജീവനുമാണ്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, യോഹന്നാൻ 11:25. അത് ഈ 40-ാം വെള്ളിയാഴ്ച ഈ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ 40-ാം വെള്ളി ആചരണം ലാസറിൻ്റെ വെള്ളി എന്ന രീതിയിൽ ആചരിക്കുന്നത്. ഈ ദിവസം പ്രത്യേകമായി നമുക്കറിയാം, ഇപ്പോൾ ധാരാളമായി ശ്ലീവാപാതയും മറ്റ് ആചരണങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ കർത്താവിനോടൊപ്പമുള്ള ആ മരുഭൂമിവാസം, ഉപവാസം, അനുരഞ്ജനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും ഒക്കെ ആ ഒരു കാലഘട്ടം ഏറ്റവും ഭംഗിയായി അവസാനിക്കുമ്പോൾ ഉയിർപ്പിലുള്ള പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ അവസാനിക്കുന്നത്. ഈശോ നമുക്ക് ജീവൻ നൽകുന്നു. ലാസറിനെ പൂർണ്ണമായും വീണ്ടും ജീവിപ്പിച്ച് ഭൂമിയിലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ നമുക്ക് നിത്യമായ ജീവൻ അവിടെ നൽകുന്നു എന്നുള്ള സത്യം പ്രഘോഷിക്കുകയാണ്. അതാണ് 40-ാം വെള്ളി ആചരണം അഥവാ ലാസറിൻ്റെ വെള്ളി ആചരണം. അത് തുടർന്നുള്ള ദിവസം വാസ്തവത്തിൽ ഈ നോമ്പ് കാലത്തിൻ്റെയും നോമ്പിൻ്റെ 40 ദിവസത്തിൻ്റെയും പീഡാനുഭവ ആഴ്ചയുടെ ഒരു വിജാഗിരിയായിട്ട് പ്രവർത്തിക്കുന്ന ദിവസമാണ്. അതാണ് ലാസറിൻ്റെ ശനി. അതായത് ഈശോ ലാസറിനെ ഉയർപ്പിച്ച ശേഷം ഈശോയ്ക്ക് മർത്തായും മറിയവും വീട്ടിൽ വലിയ വിരുന്നൊരുക്കിയെന്നാണ്. ആ വിരുന്നൊരുക്കിയതിനെ അനുസ്മരിച്ചുകൊണ്ട്, ആ വിരുന്നിൻ്റെ അവസരത്തിൽ വിരുന്നൊരുക്കി കർത്താവിന് ഭക്ഷണം നൽകുക മാത്രമല്ല, കർത്താവിനെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പാദങ്ങളിൽ അവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം, കർത്താവിനോടുള്ള അടുപ്പമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ലാസറിൻ്റെ ശനിയാഴ്ച. അതുകൊണ്ട് നമ്മളുടെ ഇടയിലുള്ള ആ ദിവസം പ്രത്യേക ഒരു ആചരണമുണ്ട്. ഈ ലാസറിൻ്റെ ശനിയാഴ്ച, ലാസേഴ്സ് സാറ്റർഡേ എന്ന് പറയുന്നത് പൗരസ്ത്യ സഭകളിലെല്ലാം ആചരിക്കുന്നുണ്ട്. ബൈസന്റൈൻ സഭകളിലും മറ്റു സഭകളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ സഭയിൽ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു ഗാർഹിക ആചരണമുണ്ട്. അതായത് ഈ മറിയം സുഗന്ധദ്രവ്യം കൊണ്ട് പൂശിയെന്ന് അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേകമായൊരു ഭക്ഷണം, സുറിയാനി ക്രിസ്ത്യാനികളുടെ ഭക്ഷണമാണ്. അതാണ് കൊഴുക്കൊട്ടയുടെ പ്രത്യേകത. അതിനകത്ത് സുഗന്ധദ്രവ്യങ്ങൾ, വ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത്, ശർക്കരയൊക്കെ ചേർത്തുള്ള അകത്തുള്ള മധുരം, അത് ഈ ലാസറിൻ്റെ ഭവനത്തിൽ വെച്ച് കർത്താവിൻ്റെ പാദങ്ങളിൽ സുഗന്ധദ്രവ്യം പൂശിയതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ ഒരു ഭക്ഷണം പ്രത്യേകമായിട്ട് തയ്യാറാക്കി ഗൃഹനാഥൻ അതിൽ കുരിശ് വരച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ഗാർഹിക ആചരണമുണ്ടായിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി പല ദേവാലയങ്ങളിലും ഇതിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, ഈ ആചരണങ്ങളെല്ലാം നമ്മുടെ ഭവനങ്ങളിലൂടെ ഉള്ള ആചരണങ്ങളായി വരുമ്പോൾ അത് കുറേ കൂടെ വ്യക്തിപരമായി, അനുഭവപരമായി തലമുറകളിലേക്ക് സംക്രമിക്കുന്ന ഒരു അനുഭവമായി മാറും. നമുക്കറിയാം, പെസഹായുടെ അപ്പം ഭവനത്തിലുണ്ടാക്കുന്നത് പോലെ തന്നെ ആണ് ഇതുപോലെ തന്നെ ഗാർഹിക ആചരണങ്ങൾ നമ്മളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുകയും ആ വിശ്വാസ പൈതൃകം മക്കളിലേക്ക്, തലമുറകളിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ലാസറിൻ്റെ ശനിയാഴ്ച കൊഴുക്കൊട്ട ശനി എന്ന് പറയുന്നത് കൊണ്ടാണ്. ഈശോ യഥാർത്ഥത്തിലുള്ള ഉയിർപ്പിലേക്ക് നമ്മെ നയിക്കുന്നവനാണ്. അതുകൊണ്ട് ലാസറിൻ്റെ ഒരു പ്രത്യേകത, ആ ലാസർ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രതീകമായി നിൽക്കുന്നു എന്നുള്ളതാണ്.
മാത്രമല്ല നമ്മളുടെ പൗരസ്ത്യ കലണ്ടറിൽ ഈ ഓശാന ഞായറാഴ്ചയ്ക്ക് ശേഷം വരെ തിങ്കളാഴ്ചയും ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന ലാസറുമായി ബന്ധപ്പെട്ട വായനകളാണുള്ളത്. അങ്ങനെ 3 അനുസ്മരണങ്ങളിലൂടെ മഹത്തായ ഈശോയുടെ ഉയർപ്പിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പുകാലം വാസ്തവത്തിൽ ഉയിർപ്പിനുള്ള ഒരുക്കമായിട്ടാണ്, ഉയിർപ്പ് തിരുനാളിൻ്റെ ഒരുക്കമാണ്. കർത്താവിൻ്റെ ജീവനിൽ നമ്മൾ പ്രവേശിക്കുന്നു, മാമോദീസായിലൂടെ ആ ജീവനിൽ പ്രവേശിക്കുന്നു, ഉയിർപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമായി മാറുന്നു. ഈ അനുഭവങ്ങളിലേക്കെല്ലാം നയിക്കുന്ന ആചരണങ്ങളാണിവ. ഇതിലൊക്കെ ഈ ആചരണങ്ങളെല്ലാം സജീവമായി പങ്കുചേർന്ന് കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിലൂടെ കർത്താവ് നൽകുന്ന രക്ഷ അനുഭവിച്ചറിയുവാനും അത് പങ്കുവയ്ക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ നമുക്ക് ഈ ആചരണങ്ങളെല്ലാം നന്നായി ആചരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.